പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 പുസ്തകങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/Malayalam എന്ന ലിങ്കിൽ നിന്ന് ഈ വായനാ സഹായി ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇന്ന് ദിവസം 152. ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ: 1 രാജാക്കന്മാർ അധ്യായം 10, സഭാപ്രസംഗകൻ അധ്യായങ്ങൾ 8ഉം 9ഉം, സങ്കീർത്തനങ്ങൾ 8. ഞാൻ വായിക്കുന്നത് POC ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 1 രാജാക്കന്മാർ അധ്യായം 10. ഷേബ രാജ്ഞിയുടെ സന്ദർശനം. സോളമന് കർത്തൃനാമത്താലുണ്ടായ കീർത്തിയെപ്പറ്റി കേട്ടപ്പോൾ ഷേബ രാജ്ഞി അവനെ ദുഷ്കര ചോദ്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കാൻ വന്നു. വലിയ ആഡംബരത്തോടെ സുഗന്ധദ്രവ്യങ്ങൾ വഹിക്കുന്ന ഒട്ടകങ്ങളോടും ഏറെ സ്വർണത്തോടും വിലപിടിപ്പുള്ള കല്ലുകളോടും കൂടെ അവൾ ജെറുസലേമിലേക്ക് വന്നു. അവൾ സോളമൻ്റെ അടുത്തേക്ക് വന്ന് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാറ്റിനെയും കുറിച്ച് അവനുമായി സംവദിച്ചു. അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും സോളമൻ അവൾക്ക് വിശദീകരണം നൽകി. അവളോട് വിശദീകരിക്കാനാവാത്ത വിധം രാജാവിന് ഒരു കാര്യവും അജ്ഞാതമായിരുന്നില്ല. ഷേബ രാജ്ഞി കണ്ട സോളമൻ്റെ ജ്ഞാനവും അവൻ നിർമ്മിച്ച കൊട്ടാരവും അവൻ്റെ മേശയിലെ ഭക്ഷണവും സേവകന്മാരുടെ വാസസ്ഥലവും അവൻ്റെ ഭൃത്യന്മാരുടെ ക്രമീകരണവും അവരുടെ വേഷവിധാനങ്ങളും അവൻ്റെ പാനപാത്രവാഹകരും അവൻ കർത്താവിൻ്റെ ആലയത്തിൽ അർപ്പിച്ച ഹോമയാഗങ്ങളും അവളെ അത്ഭുത സ്തബ്ധയാക്കി. അവൾ രാജാവിനോട് പറഞ്ഞു: എൻ്റെ ദേശത്ത് ഞാൻ നിൻ്റെ സൂക്തങ്ങളെക്കുറിച്ചും നിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചും കേട്ട കാര്യം വാസ്തവമായിരുന്നു. ഞാൻ ഇവിടെ എത്തുന്നതുവരെ അക്കാര്യങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ എൻ്റെ കണ്ണുകൾ തന്നെ അവ കണ്ടിരിക്കുന്നു. ഇതാ, പകുതി പോലും എന്നോട് വർണ്ണിക്കപ്പെട്ടിരുന്നില്ല. ഞാൻ കേട്ട വാർത്തയ്ക്കുമുപരിയാണ് നീ വർദ്ധിതമാക്കിയിരിക്കുന്ന ജ്ഞാനവും ഐശ്വര്യവും. നിന്റെ ആളുകൾ ഭാഗ്യവാന്മാർ. നിന്റെ മുമ്പിൽ സദാ നിൽക്കുകയും നിന്റെ ജ്ഞാനം ശ്രവിക്കുകയും ചെയ്യുന്ന നിന്റെ ഈ ദാസന്മാർ ഭാഗ്യവാന്മാർ. നിന്നിൽ കനിഞ്ഞ് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ നിന്നെ സ്ഥാപിച്ച നിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഇസ്രായേലിനോടുള്ള കർത്താവിൻ്റെ ശാശ്വത സ്നേഹത്താൽ നിന്നെ അവിടുന്ന് സത്യവും നീതിയും പ്രവർത്തിക്കാനായി രാജാവായി സ്ഥാപിച്ചിരിക്കുന്നു. അവൾ രാജാവിന് 120 താലന്ത് സ്വർണവും വലിയ തൂക്കം സുഗന്ധദ്രവ്യങ്ങളും രത്നക്കല്ലുകളും കൊടുത്തു. ഷേബ രാജ്ഞി സോളമൻ രാജാവിന് നൽകിയ ഈ സുഗന്ധദ്രവ്യങ്ങൾ പോലെ സമൃദ്ധമായി പിന്നീടൊന്നും വന്നില്ല. കൂടാതെ ഓഫീറിൽ നിന്ന് സ്വർണം കൊണ്ടുവന്ന ഹീരാമിൻ്റെ കപ്പൽ വ്യൂഹം ഓഫീറിൽ നിന്ന് ധാരാളം ചന്ദനമരങ്ങളും രത്നക്കല്ലും കൊണ്ടുവന്നു. രാജാവ് ചന്ദനത്തടി കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിനും രാജാവിൻ്റെ കൊട്ടാരത്തിനും താങ്ങായി തൂണുകളും ഗായകർക്കായി വീണയും തമ്പുരുവും ഉണ്ടാക്കി. അതുപോലെയുള്ള ചന്ദനത്തടികൾ പിന്നീട് വന്നിട്ടില്ല, ഇന്നുവരെയും കാണപ്പെട്ടിട്ടുമില്ല. രാജഭണ്ഡാരത്തിൽ നിന്ന് സോളമൻ ഷേബ രാജ്ഞിക്ക് കൊടുത്തതിന് പുറമെ സോളമൻ രാജാവ് അവൾ ആവശ്യപ്പെട്ട ഓരോ ഇഷ്ടവസ്തുവും അവൾക്ക് നൽകി. അവളും അവളുടെ സേവകരും സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. 666 താലന്ത് സ്വർണമാണ് സോളമൻ ഒരു വർഷം വന്നിരുന്ന സ്വർണത്തിൻ്റെ തൂക്കം. അതിനു പുറമെയായിരുന്നു വണിക്കുകളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും അറേബ്യൻ രാജാക്കന്മാർ എല്ലാവരിൽ നിന്നും ദേശത്തെ ഭരണാധികാരികളിൽ നിന്നും ഉണ്ടായിരുന്നത്. അടിച്ചു പരത്തിയ സ്വർണത്തിൻ്റെ 200 വലിയ പരിചകൾ. ഓരോ പരിചയ്ക്കും 600 ഷെക്കൽ സ്വർണ്ണത്തകിട് ഉപയോഗിച്ചുകൊണ്ട് സോളമൻ രാജാവ് ഉണ്ടാക്കി. കൂടാതെ ഓരോ പരിചയ്ക്കും 3 മിന സ്വർണം അവൻ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു പരത്തിയ സ്വർണത്തിൻ്റെ 300 പരിചകളും. രാജാവ് അവ ലെബനോൻ കാനന മന്ദിരത്തിൽ നിക്ഷേപിച്ചു. രാജാവ് ഒരു വലിയ ദന്തസിംഹാസനമുണ്ടാക്കി. നേർത്ത സ്വർണം പതിച്ചു. സിംഹാസനത്തിന് 6 പടികളും അതിൻ്റെ പുറകിൽ നിന്ന് വൃത്തത്തിലുള്ള ശീർഷവും ഇരിപ്പിടത്തിൻ്റെ ഇരുവശത്ത് കൈകളും കൈകൾക്കടുത്തായി നിൽക്കുന്ന 2 സിംഹങ്ങളും ഉണ്ടായിരുന്നു. 6 പടികളുടെയും ഇരുവശത്തുമായി 12 സിംഹങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു രാജ്യത്തും ഇതുപോലൊന്ന് ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. സോളമൻ രാജാവിൻ്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു. ലെബനോൻ കാനന മന്ദിരത്തിൻ്റെ എല്ലാ പാത്രങ്ങളും സ്വർണം പൊതിയപ്പെട്ടവയായിരുന്നു. വെള്ളി കൊണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് സോളമൻ്റെ കാലത്ത് മൂല്യമുള്ള ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്നില്ല.
കടലിൽ ഹീരാമിൻ്റെ കപ്പൽ വ്യൂഹത്തോടൊപ്പം രാജാവിന് താർഷീഷിലെ കപ്പൽ വ്യൂഹവും ഉണ്ടായിരുന്നതിനാൽ 3 വർഷത്തിലൊരിക്കൽ താർഷീഷിലെ കപ്പൽ വ്യൂഹം സ്വർണം, വെള്ളി, ആനക്കൊമ്പുകൾ, കുരങ്ങുകൾ, മയിലുകൾ എന്നിവ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ സമ്പത്തും ജ്ഞാനവും സംബന്ധിച്ച് സോളമൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരെയും കാൾ വലിയവനായിരുന്നു. ദൈവം സോളമൻ്റെ ഹൃദയത്തിൽ നൽകിയിരുന്ന ജ്ഞാനം ശ്രവിക്കാൻ എല്ലാ ദേശവും അവൻ്റെ സാന്നിധ്യം തേടിയിരുന്നു. അവർ ഓരോരുത്തരും അവനവൻ്റെ സമ്മാനമായി സ്വർണപാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, കുതിരകൾ, കോവർ കഴുതകൾ എന്നിവ വർഷം തോറും കൊണ്ടുവന്നിരുന്നു. സോളമൻ രഥങ്ങളെയും കുതിരക്കാരെയും സ്വരുക്കൂട്ടി. അവന് 1400 രഥങ്ങളും 12000 കുതിരക്കാരും ഉണ്ടായിരുന്നു. അവനവയെ രഥനഗരങ്ങളിലും ജെറുസലേമിൽ രാജാവിനൊപ്പവും നിർത്തി. രാജാവ് ജെറുസലേമിൽ കല്ലുകൾ പോലെ വെള്ളി സുലഭമാക്കി. ഷെഫേലായിലെ സിക്കമൂർ പോലെ അവൻ ദേവദാരു സമൃദ്ധമായി ലഭ്യമാക്കി. സോളമന് വന്നിരുന്ന കുതിരകൾ ഈജിപ്തിൽ നിന്നും കൂവയിൽ നിന്നുമായിരുന്നു. രാജാവിൻ്റെ വ്യാപാരികൾ അവയെ കൂവയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്നു. ഒരു രഥത്തിൻ്റെ ഈജിപ്തിൽ നിന്നുള്ള കയറ്റുമതി മൂല്യം 600 ഷെക്കലായിരുന്നു. കുതിര ഒന്നിന് 150. അങ്ങനെ തന്നെയാണ് അവർ ഹിത്യരുടെ എല്ലാ രാജാക്കന്മാർക്കും ആരാമിലെ രാജാക്കന്മാർക്കും അവ കടൽ മാർഗം എത്തിച്ചു കൊടുത്തിരുന്നത്. സഭാപ്രസംഗകൻ അധ്യായം 8. ജ്ഞാനിയും രാജാവും. ജ്ഞാനിയെപ്പോലെ ആരാനുള്ളത്? കാര്യത്തിൻ്റെ പൊരുളറിയുന്നവനാര്? മനുഷ്യൻ്റെ ജ്ഞാനം അവൻ്റെ മുഖം പ്രശോഭിപ്പിക്കുന്നു, അവൻ്റെ മുഖകാഠിന്യം അകറ്റുന്നു. ദൈവത്തിൻ്റെ ശപഥവചനമോർത്ത് രാജകൽപ്പന പാലിക്കുക. പരിഭ്രാന്തനാകരുത്, അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പോകുക. സംഗതി വഷളാകുമ്പോൾ അവിടെ നിൽക്കരുത്. എന്തെന്നാൽ തനിക്കിഷ്ടമായതെല്ലാം അദ്ദേഹം ചെയ്യും. രാജവചസ് അധികാരപൂർണമാകയാൽ നീ എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് ആര് ചോദിക്കും? കൽപ്പന അനുസരിക്കുന്നവൻ ദോഷകരമായതൊന്നും അറിയേണ്ടി വരില്ല. ജ്ഞാനമുള്ള ഹൃദയം സമയവും ക്രമവും തിരിച്ചറിയും. എന്തെന്നാൽ എല്ലാ ഉദ്യമത്തിനും സമയവും ക്രമവുമുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ക്ലേശം കൂടുതലാണല്ലോ. സംഭവിക്കാൻ പോകുന്നതെന്തെന്ന് ഒരുവനും അറിയില്ലല്ലോ. അതെന്തായിരിക്കുമെന്ന് അവനോട് ആര് പറയും? ശ്വാസത്തെ തടഞ്ഞു വയ്ക്കത്തക്ക വിധം ചൈതന്യത്തിനുമേൽ ഒരു മനുഷ്യനും അധികാരമില്ല. മരണദിനത്തിലും അധികാരമില്ല. യുദ്ധരംഗത്ത് നിന്ന് വിടുതലില്ല. ദുഷ്ടത അതിൻ്റെ പ്രണയിതാക്കളെ സ്വതന്ത്രരാക്കുകയില്ല. മനുഷ്യൻ മനുഷ്യനെ ദ്രോഹിക്കുന്നതിനു വേണ്ടി അവൻ്റെ മേൽ അധികാരം സ്ഥാപിക്കും നേരം സൂര്യന് കീഴെ നടമാടുന്ന എല്ലാ പ്രവൃത്തിയിലും എൻ്റെ മനസ്സ് പതിപ്പിച്ച് ഞാനിതെല്ലാം കണ്ടെത്തി. ഭാഗധേയ വിഷയം. അതനുസരിച്ച് ദുഷ്ടൻ കബറടക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അവർ വരികയും വിശുദ്ധ സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷരാവുകയും ചെയ്തവരാണ്. ഇപ്രകാരമൊക്കെ ചെയ്ത് അവർ നഗരത്തിൽ വിസ്മരിക്കപ്പെട്ടവരുമാണ്. ഇതും മിഥ്യ തന്നെ. തിന്മപ്രവൃത്തിക്ക് ശിക്ഷാപ്രഖ്യാപനം ഉടനടി നടക്കാത്തതുകൊണ്ട് തിന്മ ചെയ്യത്തക്ക വിധം മനുഷ്യമക്കളുടെ ഹൃദയം അതിനാൽ നിറയുന്നു. പാപി 100 തവണ തിന്മ ചെയ്തിട്ടും അവന് ദീർഘായുസുണ്ട്. ഇതാണല്ലോ എനിക്കറിയാവുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് നന്മ കൈവരും. അവർ അവിടുത്തെ സാന്നിധ്യം ഭയപ്പെടുന്നവരാണ്. എന്നാൽ ദുഷ്ടന് നന്മ കൈവരുകയില്ല. നിഴൽ പോലെ ദിനങ്ങൾ നീളുകയുമില്ല. എന്തെന്നാൽ അവൻ ദൈവസാന്നിധ്യം ഭയപ്പെടുന്നവനല്ല. ഭൂമിയിൽ നടപ്പിലാകുന്ന ഒരു മിഥ്യയുണ്ട്. അതായത് ദുഷ്ടരുടെ പ്രവൃത്തിക്കനുസൃതമായവ വന്നു ഭവിക്കുന്ന നീതിമാന്മാരുണ്ട്. നീതിമാന്മാരുടെ പ്രവൃത്തിക്കനുസൃതമായവ വന്നു ഭവിക്കുന്ന ദുഷ്ടരുമുണ്ട്. ഇതും മിഥ്യയാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ശുപാർശ ചെയ്യുന്നത് സന്തോഷമാണ്. അതായത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നിവയല്ലാതെ സൂര്യന് കീഴെ മനുഷ്യന് നല്ലതായി ഒന്നുമില്ല. ഇത് സൂര്യന് കീഴെ ദൈവം അവന് നൽകിയിരിക്കുന്ന ജീവിതങ്ങളിലെ അധ്വാനത്തിൽ അവനെ തുണയ്ക്കും. അങ്ങനെ ജ്ഞാനമറിയാനും ഭൂമിയിൽ ചെയ്യപ്പെടുന്ന പ്രയത്നം കാണാനും എൻ്റെ ഹൃദയത്തെ ഞാൻ നിയോഗിച്ചപ്പോൾ പകലാകട്ടെ രാത്രിയാകട്ടെ എൻ്റെ കണ്ണുകളിൽ ഉറക്കം തീരെ കാണാനില്ല. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തിയും കണ്ടു. തീർച്ചയായും സൂര്യന് കീഴെ ചെയ്യപ്പെടുന്ന പ്രവൃത്തി കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധ്യമല്ല. അന്വേഷിക്കാൻ എത്ര കഷ്ടപ്പെട്ടാലും മനുഷ്യന് അത് കണ്ടെത്താനാവില്ല. തനിക്കറിയാമെന്ന് ഞാൻ ഈ പറയുമെങ്കിലും അത് കണ്ടുപിടിക്കാൻ അവനും സാധ്യമല്ല. സഭാപ്രസംഗകൻ അധ്യായം 9. ഭാവിയുടെ അനിശ്ചിതത്വം. ഇവയെക്കുറിച്ചെല്ലാം സൂക്ഷ്മ പരിശോധന നടത്തുന്നതിനു വേണ്ടി ഞാനിവയെല്ലാം എൻ്റെ ഹൃദയത്തിൽ കരുതി വച്ചു. അതായത് നീതിമാന്മാരും ജ്ഞാനികളും അവരുടെ സേവകരും ദൈവകരത്തിലാണ്. തങ്ങളുടെ മുമ്പിലുള്ളതൊന്നും സ്നേഹമാകട്ടെ വെറുപ്പാകട്ടെ മനുഷ്യൻ അറിയുന്നില്ല. എല്ലാവർക്കും, നീതിമാനും ദുഷ്ടനും നല്ലവനും ശുദ്ധിയുള്ളവനും ശുദ്ധിയില്ലാത്തവനും ബലി സമർപ്പിക്കുന്നവനും ബലി സമർപ്പിക്കാത്തവനും എല്ലാം
ഒറ്റ ഭാഗധേയമാണ്. നല്ലവനെപ്പോലെ തന്നെ പാപിയും, ശപഥം ചെയ്യുന്നവനെപ്പോലെ തന്നെ ശപഥം ഭയക്കുന്നവനും, സൂര്യന് കീഴെ ചെയ്യപ്പെടുന്ന എല്ലാറ്റിലും എല്ലാവർക്കും ഒരേ ഭാഗധേയമെന്നതും ഒരു തിന്മ തന്നെ. മാത്രമല്ല, മനുഷ്യമക്കളുടെ ഹൃദയം തിന്മ നിറഞ്ഞതുമാണ്. അവരുടെ ജീവിതകാലത്ത് അവരുടെ ഹൃദയങ്ങളിൽ ഭോഷത്വമാണ്. പിന്നീടോ അവർ മൃതരുടെ അടുത്തേക്ക് പോകുന്നു. ജീവിക്കുന്നവരോട് ചേർക്കപ്പെട്ടിരിക്കുന്നതാരോ അവർക്കിനിയും പ്രത്യാശയുണ്ട്. ചത്ത സിംഹത്തെക്കാൾ ഭേദം ജീവനുള്ള നായയാണല്ലോ. കാരണം തങ്ങൾ മരിക്കുമെന്ന് ജീവിച്ചിരിക്കുന്നവർക്കറിയാം. എന്നാൽ മൃതരായവരാരും ഒന്നും തന്നെ അറിയുന്നില്ല. ഇനി അവർക്ക് പ്രതിഫലമൊന്നുമില്ല. മാത്രമല്ല, അവരുടെ സ്മരണയും അസ്തമിച്ചു. അവരുടെ സ്നേഹവും അവരുടെ ദ്വേഷവും അവരുടെ തീക്ഷ്ണത പോലും എന്നേ നശിച്ചു കഴിഞ്ഞു. സൂര്യന് കീഴെ ചെയ്യപ്പെടുന്ന സകലതിലും ഇനി നിത്യകാലം അവർക്ക് ഓഹരിയില്ല. പോയി സന്തോഷത്തോടെ നിന്റെ അപ്പം ഭക്ഷിക്കുക, ഉത്തമ ഹൃദയത്തോടെ നിന്റെ വീഞ്ഞു കുടിക്കുക. കാരണം നിന്റെ പ്രവൃത്തികൾ ദൈവം പണ്ടേ അംഗീകരിച്ചതാണ്. നിന്റെ വസ്ത്രം എല്ലാ സമയവും ശുഭ്രമായിരിക്കട്ടെ, നിന്റെ ശിരസിൽ എണ്ണ കുറയാതിരിക്കട്ടെ. നിന്റെ മിഥ്യയായ ജീവിതകാലം മുഴുവൻ നീ സ്നേഹിക്കുന്ന ഭാര്യയോടൊത്ത് ജീവിതം ആസ്വദിക്കുക. സൂര്യന് കീഴെ നിന്റെ മിഥ്യയായ ജീവിതകാലം മുഴുവൻ അവിടുന്ന് അത് നിനക്ക് സമ്മാനിച്ചിരിക്കുന്നു. കാരണം സൂര്യന് കീഴെ നീ പുലർത്തുന്ന നിന്റെ അധ്വാനത്തിലും ജീവിതത്തിലും അത് നിന്റെ ഓഹരിയാണ്. ചെയ്യേണ്ടതായി നിന്റെ കൈ കണ്ടെത്തുന്നതെല്ലാം ശക്തിയോടെ ചെയ്യുക. എന്തെന്നാൽ നീ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന പാതാളത്തിൽ ജോലിയോ യുക്തിയോ അറിവോ ജ്ഞാനമോ ഇല്ല. ഞാൻ പിന്തിരിഞ്ഞപ്പോൾ സൂര്യന് കീഴെ കണ്ടത് ഇതാണ്: വേഗതയുള്ളവനുള്ളതല്ല ഓട്ടം, ശക്തിമാനുള്ളതല്ല യുദ്ധം. കൂടാതെ അപ്പം ജ്ഞാനികൾക്കുള്ളതോ സമ്പത്ത് ബുദ്ധിമാന്മാർക്കുള്ളതോ ഔദാര്യം അറിവുള്ളവർക്കുള്ളതോ അല്ല. പ്രത്യുത സമയവും അവസരവും ഏവരെയും എതിരേൽക്കുന്നു. എന്തെന്നാൽ മനുഷ്യൻ തൻ്റെ സമയം പോലും അറിയുന്നില്ല. ദുരിതവലയിൽ കുടുക്കപ്പെട്ട മത്സ്യങ്ങളെന്ന പോലെ, കെണിയിൽ ബന്ധിതരായ പക്ഷികളെന്ന പോലെ നനച്ചിരിക്കാതെ തങ്ങളുടെ മേൽ പെട്ടെന്ന് വന്നു വീഴുന്ന കഷ്ടകാലത്ത് മനുഷ്യമക്കൾ പിടിക്കപ്പെടുന്നു. ജ്ഞാനിയും ഭോഷനും. സൂര്യന് കീഴെ ഇவ்விധമൊരു ജ്ഞാനം കൂടി ഞാൻ കണ്ടു. എന്നെ സംബന്ധിച്ച് അത് വലുതായിരുന്നു. ഏതാനും ആളുകളുള്ള ഒരു ചെറിയ പട്ടണമുണ്ടായിരുന്നു. ഒരു വലിയ രാജാവ് അവിടേക്ക് വന്ന് അതിനെ വളഞ്ഞു. അതിനെതിരെ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. അതിലുണ്ടായിരുന്ന ദരിദ്രനായ ഒരു ജ്ഞാനി പുറപ്പെട്ടു ചെന്ന് തൻ്റെ ജ്ഞാനം കൊണ്ട് ആ നഗരത്തെ രക്ഷിച്ചു. എന്നാൽ ദരിദ്രനായ ആ വ്യക്തിയെ ഒരു മനുഷ്യനും അനുസ്മരിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ജ്ഞാനം ശക്തിയേക്കാൾ ശ്രേഷ്ഠമാണ്. എന്നാൽ ദരിദ്രൻ്റെ ജ്ഞാനം അവഗണിക്കപ്പെടുന്നു. അവൻ്റെ വാക്കുകൾ ആരും ശ്രവിക്കുകയില്ല. ഭരണാധിപൻ്റെ ആക്രോശത്തെക്കാൾ ഭോഷന്മാരുടെ ഇടയിൽ ജ്ഞാനിയുടെ വാക്കുകൾ ശാന്തമായി ശ്രവിക്കപ്പെടേണ്ടതാണ്. ആയോധനായുധങ്ങളെക്കാൾ ശ്രേഷ്ഠം ജ്ഞാനമാണ്. എന്നാൽ ഒരു അതിക്രമി ഏറെ നന്മ നശിപ്പിക്കും. സങ്കീർത്തനങ്ങൾ 8. ദൈവമഹത്വവും സൃഷ്ടിമാഹാത്മ്യവും. ഗായക നേതാവിന് ഗിത്യരാഗത്തിൽ ദാവീദിൻ്റെ കീർത്തനം. കർത്താവേ, ഞങ്ങളുടെ നാഥ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം! അങ്ങയുടെ പ്രതാപം ആകാശങ്ങൾക്കുപരി സ്ഥാപിതമായിരിക്കുന്നു. അങ്ങയുടെ എതിരാളികളായ ശത്രുവിനെയും പ്രതികാരദാഹിയെയും നിശബ്ദരാക്കാൻ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരം മുഖേന അങ്ങ് പ്രതിരോധ ശക്തിക്ക് അടിസ്ഥാനമിട്ടു. അങ്ങയുടെ അങ്കുലീ നിർമ്മിതിയായ അമ്പരങ്ങളെയും അങ്ങ് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. എന്നിട്ടും അങ്ങ് ഓർക്കാൻ മാത്രം മർത്യനും അങ്ങ് കരുതാൻ മാത്രം മനുഷ്യസന്തതിയും എന്താണ്? എന്നിട്ടും അങ്ങ് അവനെ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി, മഹത്വവും പ്രാഭവവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങയുടെ കരവേലകൾക്കുമേൽ അവനെ അധിപതിയാക്കി, എല്ലാറ്റിനെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കി. എല്ലാ ആടുമാടുകളെയും വന്യമൃഗങ്ങളെയും ആകാശപ്പറവയെയും കടൽ മീനുകളെയും സമുദ്രങ്ങളുടെ പാതകൾ താണ്ടുന്നതിനെയും തന്നെ. കർത്താവേ, ഞങ്ങളുടെ നാഥ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം! പ്രിയമുള്ളവരെ, 152 ദിവസത്തിലേക്ക് വചനവായനയെ എത്തിച്ച ദൈവത്തിൻ്റെ അനന്തകരുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ചില വചനചിന്തകളിലേക്ക് കടക്കുകയാണ്. ഷേബ രാജ്ഞി സോളമൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച്, അവൻ്റെ സൂക്തങ്ങളെക്കുറിച്ച്, അവനിൽ പ്രവർത്തിച്ചിരുന്ന ദൈവ ചൈതന്യത്തെക്കുറിച്ച് വിദൂരദേശത്ത് നിന്ന് കേട്ടറിഞ്ഞ് വന്നതായിരുന്നു. കേട്ടറിഞ്ഞ് വന്ന ഷേബാരാജ്ഞി യഥാർത്ഥത്തിൽ സോളമൻ്റെ ജ്ഞാനവും അവൻ്റെ കൂടെയുള്ള പരിചാരകരെയും അവൻ്റെ കൊട്ടാരത്തെയും അതിൻ്റെ ക്രമീകരണങ്ങളെയും അവൻ പരിപാലിക്കുന്ന വിധവും നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അന്ധാളിച്ചു പോവുകയാണ്. ആ വിസ്മയത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും വിടർന്ന മിഴികളോടെ അവൾ പറയുന്ന ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങയോടൊപ്പം കഴിയുന്നവർ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. അങ്ങയെ കേൾക്കുന്നവർ, അങ്ങയെ കാണുന്നവർ,
അങ്ങയോടൊത്ത് ജീവിക്കുന്നവർ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം, ശേബാരാജ്ഞി വിളിച്ചു പറഞ്ഞ ഈ ഭാഗ്യമാണ് യേശുവിനെ അറിയാത്ത ഓരോ മനുഷ്യൻ്റെയും മുൻപിലേക്ക് ഒരു വിശ്വാസിക്ക് ഓഫർ ചെയ്യാനുള്ളത്. കേട്ടറിവിനേക്കാൾ എത്രയോ വലുതാണ് യേശുവിനെ കണ്ടറിയുന്നത്. തൻ്റെ പിന്നാലെ തന്നെ അന്വേഷിച്ചു വന്ന ശിഷ്യന്മാരോട് വന്നു കാണുക എന്ന് പറഞ്ഞ യേശുവിനെ ഓർമ്മിക്കുക. അതുകൊണ്ടാണ് ഈശോ തന്നെ അവൻ്റെ ഒപ്പം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ആ കാലത്തോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ കാണുന്നത് കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കുന്ന കാതുകൾ ഭാഗ്യമുള്ളവ. സത്യത്തിൽ നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. ക്രിസ്തുവിൻ്റെ സ്വന്തമാവുക എന്നതിൻ്റെ മൂല്യം എന്താണെന്ന്, എത്ര വലിപ്പമുള്ളതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുരിശു വരയ്ക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മുടെ നെറ്റിത്തടം മുതൽ ക്രിസ്തു പിറന്ന മണ്ണിൽ സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മുടെ പാദം വരെ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയ അധരം, ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കാൻ ഭാഗ്യം കിട്ടിയ മനസ്സ്, ക്രിസ്തുവിന് വേണ്ടി ഉയർത്തുന്ന കരങ്ങൾ, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന സഹനങ്ങൾ, എത്രയോ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈശോ വിളിച്ചു പറയുന്നത്, ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. യേശു സ്വന്തമായതിൻ്റെ മഹാഭാഗ്യത്തെ ധ്യാനിക്കാൻ കൂടി ഈ ദിവസം പ്രയോജനപ്പെടുത്തണമേ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സഭാപ്രസംഗങ്ങളിൽ നിന്ന് 2 വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ഉദ്ധരിക്കുന്നു. 100 തവണ തിന്മ ചെയ്തിട്ടും ദുഷ്ടൻ്റെ ജീവിതം സുദീർഘമാണെങ്കിലും ദൈവഭക്തന് എല്ലാം ശുഭമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം അവൻ ദൈവസന്നിധിയിൽ ഭക്തിയോടെ വ്യാപരിക്കുന്നു. 8-ാം അധ്യായം 12-ാം വാക്യം. ആയുധങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം, എന്നാൽ വളരെയധികം നന്മ നശിപ്പിക്കാൻ ഒറ്റ പാപി മതിയാകും. സഭാപ്രസംഗകൻ അധ്യായം 9 വാക്യം 18. നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനത്തിനായി കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ അങ്ങ് എത്രമാത്രം കരുതലോടെ സ്നേഹത്തോടെ മുന്നോട്ട് നയിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വചനവായനയിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നത്. പിതാവായ ദൈവമേ, അങ്ങ് മഹത്വമാർന്ന സിംഹാസനത്തിൽ വസിക്കുന്നു. അങ്ങയുടെ നാമം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് വാസമുറപ്പിക്കാൻ തിരുമനസ്സായി. കർത്താവെ, യേശുക്രിസ്തു എന്ന അങ്ങയുടെ ഏകജാതനെ അങ്ങ് ഞങ്ങൾക്ക് നൽകി. കർത്താവെ, ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സ്വന്തമായി ജീവിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിച്ചു. മാമോദീസ വെള്ളം ശിരസിൽ വീഴാൻ ഭാഗ്യം കിട്ടിയ ഞങ്ങൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഓർക്കാനും പരിഗണിക്കാനും ഞങ്ങൾ ആരാണ്? ഞങ്ങളെ വിലമതിക്കാനും ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ രക്തം പരിഹാര വിലയായി മറുവിലയായി നൽകാനും ഞങ്ങളുടെ യോഗ്യത എന്താണ്? നന്ദിയോടെ എന്നും പിതാവേ, അങ്ങയുടെ സ്നേഹത്തെ, മഹാസ്നേഹത്തെ ധ്യാനിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇവരുടെ കുടുംബ സാഹചര്യങ്ങളെയും അങ്ങ് സ്പർശിക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വചനവായനയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും. നിങ്ങളുടെ 152-ാമത്തെ ദിവസം അവരുടെ 1-ാം ദിവസമായി മാറുന്നത് നിങ്ങൾക്ക് സന്തോഷമല്ലേ? നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയേലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കുക. നല്ലൊരു ദിവസം നിങ്ങൾക്ക് കർത്താവ് നൽകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.